മാർച്ച് 12 സുവിശേഷ വഴികളിലൂടെ വിശുദ്ധ മത്തായി 5:38-48. പരിപൂർണതയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അപരൻ ക്രിസ്തുവെന്ന ബോധ്യത്തിലെത്തിച്ചേരുന്നതാണ് പരിപൂർണത. ഞാനില്ലാതാവുകയും ക്രിസ്തുഭാവം മാത്രം എന്നിൽ ജീവിക്കുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് വളരാൻ കഴിയണം. ഇന്നത്തെ സുവിശേഷ വചനങ്ങളിലൂടെ യേശു ഉന്നം വയ്ക്കുന്നത് വിട്ടുവീഴ്ചയുടെ, ക്ഷമയുടെ ഒരു പുതിയ ജീവിതക്രമമാണ്. നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതും നമുക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുന്നതും സ്വാർത്ഥതയാണ്. അതിലൊരു പുണ്യവുമില്ല. ശത്രുക്കളെ സ്നേഹിക്കാതെ എനിക്ക് ജീവിക്കാനാകില്ല. എന്നെ എതിർക്കുന്ന മനോഭാവങ്ങളെ സ്വീകരിക്കാതെ എനിക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല. സ്നേഹത്തിൻ്റെ ചക്രവാളം പരിമിതപ്പെടുത്തിയാൽ പരിപൂർണതയിലേക്ക് വളരുവാൻ നമുക്ക് കഴിയില്ല. നമ്മെ എതിർക്കുന്ന, വിമർശിക്കുന്ന എല്ലാവരും നമ്മുടെ പരിഗണനയിൽ വരണം. എന്നെ തന്നെ ഉപേക്ഷിച്ച് അവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങണം. തിന്മ പ്രവർത്തിക്കുന്നവരോട് സ്നേഹവും ഔദാര്യവും പുലർത്തി എന്നിലെ നന്മ വഴി അപരനിലെ തിന്മയെ കീഴ്പ്പെടുത്തുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.